എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർപ്പക്ഷേത്രം എന്ന വിശേഷണം ലഭിച്ച മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൽ സർപ്പാരാധനയ്ക്ക് വളരെ പ്രധാന സ്ഥാനമുണ്ട്. നമ്മുടെ നാട്ടിലെ അനേകം കുടുംബങ്ങൾക്ക് ഇന്നും സർപ്പങ്ങൾ കുലദേവതകളായി കണക്കാക്കപ്പെടുന്നു. സർപ്പക്കാവും അവിടെ നിത്യപൂജകൾ നടത്തുന്നത് കേരളത്തിൻ്റെ പഴമക്കാല സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അത്തരത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സർപ്പക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. കേരളത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിലെ അപൂർവ രത്നമാണ് ഈ ക്ഷേത്രം. കേരളത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമെന്ന വിശേഷണമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തെ ലോക പ്രശസ്തമാക്കി മാറ്റിയത്. ഐതിഹ്യം പറയുന്നത് തൻ്റെ പിതാവിനെ വധിച്ച ക്ഷത്രിയരെ ഒന്നടങ്കം നിഗ്രഹിച്ച വിഷ്ണു ഭഗവാന്റെ അവതാരമായ പരശുരാമൻ തൻ്റെ ഭൂമിയെല്ലാം കശ്യപ മഹർഷിക്ക് ദാനം നൽകിയതിനു ശേഷം ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് വന്ന് വരുണദേവനോട് തനിക്ക് തപസ് അനുഷ്ഠിക്കുവാൻ ഭൂമി ആവശ്യപ്പെട്ടു. അതേ തുടർന്ന് വരുണദേവൻ പ്രത്യക്ഷപ്പെടുകയും പരശുരാമനോട് തൻ്റെ ആയുധമായ മഴു കടലിലേക്ക് വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. മഴു ചെന്ന് പതിച്ച അത്രയും ഭാഗം കടൽ മാറി കരയായി. ഇത്തരത്തിൽ കരയോട് ചേർന്നുള്ള പ്രദേശമാണ് ചേരളം എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് കേര വൃക്ഷത്താൽ സമ്പന്നമായ ഈ പ്രദേശം കേരളം എന്ന പേരിൽ അറിയപ്പെട്ടു. പരശുരാമൻ ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ് അനുഷ്ഠിക്കുവാൻ പോവുകയും ചെയ്തു. ഭൂമി ദാനമായി ലഭിച്ച ബ്രാഹ്മണർ അവിടെ കൃഷി ചെയ്യുവാനായി മുതിർന്നപ്പോൾ മണ്ണിൽ ഉപ്പരസമുള്ളതായി കാണപ്പെടുകയും ഈ വിവരം പരശുരാമനെ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു പ്രശ്നപരിഹാരത്തിനായി പരശുരാമൻ തൻ്റെ ഗുരുവായ സാക്ഷാൽ പരമശിവനെ സമീപിക്കുകയും ഉപ്പരസം മാറുവാൻ സർപ്പവിഷമാണ് ഉത്തമമെന്ന് ഉപദേശം നേടിയെടുക്കുകയും ചെയ്തു. പരമശിവൻ്റെ ഉപദേശപ്രകാരം പരശുരാമൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുവാനായി തപസ് ആരംഭിച്ചു. തൻ്റെ പ്രിയഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും വരം അരുളുകയും ചെയ്തു. പരശുരാമൻ്റെ ആഗ്രഹപ്രകാരം ഈ മണ്ണിൽ നാഗരാജാവ് കുടികൊള്ളുകയും ചെയ്തു. അങ്ങനെ നാഗരാജാവിന് കുടികൊള്ളുവാനായി പരശുരാമൻ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ പ്രദേശത്തിന് മണ്ണാറശാല എന്ന പേര് വരുവാനും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണി കഴിപ്പിക്കുന്നതിനായി അർജുനൻ ഖാണ്ഡവവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്നു പിടിക്കുകയും ചെയ്തു. പടർന്നു പിടിച്ച തീ പരശുരാമൻ പണി കഴിപ്പിച്ച ക്ഷേത്ര പരിസരത്ത് വരെ എത്തി. ഇത് കണ്ട് കാവും ക്ഷേത്രവും നിലനിന്ന ഇല്ലത്തെ സ്ത്രീകൾ സർപ്പങ്ങളുടെ രക്ഷയ്ക്കായി അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് തീ കെടുത്തി. എന്നാൽ തീ അണച്ചിട്ടും അതിൻ്റെ ചൂട് മണ്ണിൽ തന്നെ നിലനിന്നു. ചൂട് സഹിക്കവയ്യാതെ സർപ്പങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഇല്ലത്തെ സ്ത്രീകൾ മുന്നിലെ ചൂട് ആറുന്നതുവരെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പ്രദേശത്തിന് മണ്ണ് ആറിയ ശാല എന്ന പേര് വരികയും ചെയ്തു. പിന്നീട് മണ്ണാറശാല എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അഗ്നിബാധയാൽ മുറിവ് പറ്റിയ നാഗങ്ങളെ ഇല്ലത്തുണ്ടായിരുന്ന വസുദേവൻ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ പരിചരിച്ച് ശുശ്രൂഷിച്ചു. പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന ആ ദമ്പതികൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചു. 5 തലയുള്ള സർപ്പക്കുഞ്ഞും ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞും. ബാല്യദശ പിന്നിട്ടതോടുകൂടി സർപ്പക്കുഞ്ഞിൻ്റെ പ്രഭാവം ദിനം പ്രതി വർദ്ധിച്ചു വന്നു. തൻ്റെ അവതാരധർമ്മം നിറവേറ്റിയ ശേഷം നാഗരാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോകുകയും ചെയ്തു. മകൻ നിലവറ പോകിയപ്പോഴുണ്ടായ മനോവേദന അമ്മ നാഗരാജാവിനെ അറിയിക്കുകയും വർഷത്തിലൊരിക്കൽ അമ്മയ്ക്ക് മാത്രം ദർശനം വരണമെന്ന് നാഗരാജാവ് അമ്മയ്ക്ക് വരം നൽകുകയും ചെയ്തു. കൂടാതെ അന്നത്തെ ദിവസം അമ്മ നൽകുന്ന പൂജാതി കർമ്മങ്ങൾ സ്വീകരിക്കാമെന്ന് വാക്കും നൽകി. ശിവരാത്രിയുടെ പിറ്റേന്നാണ് ഈ പൂജാ ദിവസം. ചിരഞ്ജീവിയായി ഇന്നും വാഴുന്ന ഈ നാഗരാജാവിനെയാണ് മണ്ണാറശാല കുടുംബാംഗങ്ങൾ വല്യച്ഛനായും മുത്തച്ഛനായും ഗൃഹനാഥനായും ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്നത്. ഈ നാഗരാജാവിന് സ്വൈര്യവിഹാരം നടത്തുന്ന വനമാണ് അപ്പൂപ്പൻകാവ്. അന്ന് ആ അമ്മയ്ക്ക് നാഗരാജാവ് അനുവദിച്ച പൂജാധികാരമാണ് മണ്ണാറശാലയിൽ തുടർന്നുള്ള തലമുറ പിന്തുടർന്നത്. മണ്ണാറശാലയിലെ പൂജാരിണിയായ അമ്മയെ വലിയമ്മ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത അപൂർവമായ ആചാരമാണിത്. സ്ത്രീ ശക്തിയുടെ ദൈവികതയെ ഉയർത്തി കാണിക്കുന്ന ഒരു പാരമ്പര്യമാണ് വലിയമ്മ. ക്ഷേത്രത്തിന് ചുറ്റും 30,000-ത്തിലധികം സർപ്പവിഗ്രഹങ്ങൾ കാണാം. ഭക്തർ സർപ്പദോഷ ശാന്തിക്കായി, സന്താന ലബ്ധിക്കായി, ഐശ്വര്യത്തിനായി ഇവ സമർപ്പിക്കുന്നു. സന്താന ലാഭത്തിനായി ഭക്തർ ഉരുളി കമഴ്ത്തുക എന്ന ചടങ്ങും സമർപ്പിക്കുന്നു. കുഞ്ഞ് ലഭിച്ച ശേഷം ഇവർ വീണ്ടും എത്തി ഉരുളി നേരെയാക്കി വെക്കുന്നു. ലോകമെമ്പാടുമുള്ള ഭക്തർ ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ ആചാരമാണിത്.
ക്ഷേത്രം കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവിടുത്തെ ശാന്തതയും ഭക്തി നിറഞ്ഞ അന്തരീക്ഷവും ഭക്തരിൽ ആത്മീയ അനുഭവം സൃഷ്ടിക്കുന്നു. ആയില്യം മഹോത്സവമാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വലിയ ഉത്സവം. ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. സർപ്പദോഷങ്ങളും കുലദോഷങ്ങളും നീക്കാൻ നടത്തുന്ന വലിയ യാഗചടങ്ങ്. കേരളത്തിൻ്റെ ദൈവികവും സാംസ്കാരികവുമായ സമ്പത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകമായി ഇന്നും ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ആശ്വാസവും അനുഗ്രഹവും പകരുന്ന അതുല്യമായ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. നന്ദി, നമസ്കാരം.